230 വോൾട്ട് എ സിയിലെ ഫേസ് ലൈൻ മാത്രം ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോർമൽ ടെസ്റ്ററിന് പകരം സാധാരണക്കാർക്കും ടെക്നീഷ്യന്മാർക്കും എല്ലാം ഒരുപോലെ ഉപയോഗപ്പെടുന്ന എ സിയും ഡി സിയും വോൾട്ടേജുകളും വൈദ്യുതിയുള്ള വയറുകളും ഇടയിൽ കട്ടായതുമെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന 2 ഡിവൈസുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഡി സിയും ടെസ്റ്റ് ചെയ്യാം എന്നതിനാൽ ഓട്ടോ ഇലക്ട്രീഷ്യന്മാർക്കും ഇത് വളരെ ഉപകരിക്കും. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് തപാരിയ കമ്പനിയുടെ MDTN 82 എന്ന മോഡൽ നമ്പറിലുള്ള ഈ ഒരു ടെസ്റ്ററാണ്. തപാരിയ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അത്യാവശ്യം നിലവാരമുള്ള ടൂൾസുകൾ ഇറക്കുന്ന ഒരു കമ്പനിയാണിത്. ഇപ്പോൾ ഞാനിത് പാക്കിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കാണാം, സാധാരണ ടെസ്റ്റർ പോലെ ഇതിൻ്റെ അഗ്രഭാഗം ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ പോലെ തന്നെയാണുള്ളത്. പിന്നെ ഇതിലുള്ളത് ഒരു LCD ഡിസ്പ്ലേ ആണ്. പിന്നെ LCDക്ക് താഴെയായിട്ട് ഒരു നിയോൺ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നമ്മുടെ സാധാരണ ടെസ്റ്ററിലുള്ളത് പോലത്തെ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. LCDയുടെ മുകളിലായിട്ട് 2 ടച്ച് പോയിന്റുകൾ കാണാം. അത് ഓരോ രീതിയിലുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഫിംഗർ ഉപയോഗിച്ച് ടച്ച് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ വൈദ്യുതിയുള്ള ഒരു ലൈനിൻ്റെ അടുത്തേക്ക് ഈ ടെസ്റ്റർ കൊണ്ടു ചെന്നപ്പോൾ തന്നെ അതിൽ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ ഒരു ഫ്ലാഷ് മാർക്ക് കാണാവുന്നതാണ്. അപ്പോൾ വൈദ്യുതിയുള്ള ഒരു ലൈനിൻ്റെയോ അല്ലെങ്കിൽ ഒരു വയറിൻ്റെയോ അടുത്ത് നമ്മൾ ഈ ഒരു ടെസ്റ്ററിൻ്റെ അഗ്രഭാഗം കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇതുപോലെ ഫ്ലാഷ് മാർക്ക് കാണിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും പുറകിലുള്ള നിയോൺ ലാമ്പ് ഇൻഡക്ഷൻ എന്ന് എഴുതിയിട്ടുള്ള ടച്ച് പോയിന്റിൽ ഫിംഗർ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ലൈനിൽ കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ഇതിലുള്ള നിയോൺ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ലൈൻ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ലൈൻ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ വോൾട്ടേജ് എന്ന് എഴുതിയിട്ടുള്ള ടെസ്റ്റ് പോയിന്റിൽ ഫിംഗർ വെച്ചുകൊണ്ട് ലൈനുമായിട്ട് കണക്ട് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ ലൈനിലുള്ള വോൾട്ടേജ് ഡിസ്പ്ലേ ചെയ്യുന്നതും കാണാം. ഇങ്ങനെ നമ്മൾ ഫേസ് ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫുൾ വോൾട്ടേജ് കാണിക്കുകയില്ല. നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ നിയോൺ ബൾബിന് വളരെ പ്രകാശം കുറവായിട്ടാണ് തോന്നിയിരുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ റൂമിലെ എല്ലാ ലൈറ്റുകളും ഓൺ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമുക്ക് നന്നായിട്ട് തന്നെ കാണാവുന്ന രീതിയിലുള്ള പ്രകാശം ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് DC എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ 12 വോൾട്ട് 7Hൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിലാണ് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, അതിനടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഇതിൽ ആ ഫ്ലാഷ് മാർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതിയുടെ സാന്നിധ്യമുള്ളിടത്തൊക്കെ ആ ഒരു ഫ്ലാഷ് മാർക്ക് നമുക്ക് കാണാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വോൾട്ടേജിന്റെ ടെസ്റ്റ് പോയിന്റിൽ ഫിംഗർ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറിന്റെ ഭാഗം ബാറ്ററിയുടെ ടെർമിനലുമായിട്ട് കണക്ട് ചെയ്താൽ ഈ ബാറ്ററിയിലുള്ള വോൾട്ടേജും ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. പിന്നെ ഇതിൽ DC നോക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ മിനിമം ടെസ്റ്റ് വോൾട്ടേജ് 12 വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ 6 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സർക്യൂട്ടിലൊന്നും നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. DCയിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക 12 വോൾട്ടിന്റെയും 24 വോൾട്ടിന്റെയും ഒക്കെ ബാറ്ററി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളിലെ വയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സോളാറിന്റെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അതിലുള്ള വയറുകൾ കട്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതിനുമൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാൻ ബാറ്ററിയിൽ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബാറ്ററിയിൽ ടെസ്റ്റ് ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ബാറ്ററിയിൽ നിന്ന് വരുന്ന വയറിലും നമുക്ക് സപ്ലൈ ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ 230 വോൾട്ട് സപ്ലൈയിലേക്ക് ഒരു വയർ കണക്ട് ചെയ്തുകൊണ്ട് ആ വയർ ഇടയിൽ വെച്ച് എവിടെയെങ്കിലും കട്ടായത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, ഈ വയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ അവിടെ സപ്ലൈ ഉണ്ട്, എന്നാൽ ഇതിന്റെ എൻഡിൽ സപ്ലൈ എത്തുന്നില്ല. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയോ കട്ടായിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വയർ എവിടെയാണ് കട്ടായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കം മുതൽ ഇതുപോലെ ഇതിന്റെ അഗ്രഭാഗം വയറിന് പുറത്തൂടെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഫ്ലാഷ് മാർക്ക് കാണിക്കും. അത് സപ്ലൈ ഇല്ലാത്ത ഭാഗത്തെത്തുമ്പോൾ ഫ്ലാഷ് മാർക്ക് ഓഫ് ആവും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ വയർ കട്ടായിട്ടുണ്ട്. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു വയർ എവിടെയാണ് കട്ടായിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇത്തരമൊരു ടെസ്റ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സമയവും നമുക്ക് ലാഭിക്കാം. തപാരിയുടെ ഈ ടെസ്റ്ററിന്റെ പ്രവർത്തനം ചുരുക്കി പറയുകയാണെങ്കിൽ 12 വോൾട്ട് മുതൽ 250 വോൾട്ട് വരെയുള്ള AC അല്ലെങ്കിൽ DC വോൾട്ടുകളുടെ അടുത്തേക്ക് ഈ ഉപകരണം കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫ്ലാഷ് മാർക്കിലൂടെ വൈദ്യുതിയുടെ സാന്നിധ്യം അറിയാം. അതുപോലെ തന്നെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വോൾട്ടേജ് എത്രയുണ്ടെന്നും മനസ്സിലാക്കാം. ഈ ടെസ്റ്റർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ അതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഇതിൻ്റെ പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഓരോ രീതിയിലുള്ള ടെസ്റ്റിങ്ങും ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റെറ്റിന എന്ന ബ്രാൻഡിലുള്ള മറ്റൊരു ടെസ്റ്ററാണ്. അതും നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്.
ഇതും അത്യാവശ്യം നിലവാരമുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ ബോക്സിൽ ഇതിൻ്റെ ക്വാളിറ്റിയുടെയും മറ്റു കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ടെസ്റ്റർ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ടെസ്റ്റർ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ യൂസർ മാനുവലും ഉണ്ട്. അതിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അറിയാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപയോഗിച്ചിട്ടുള്ള ഓരോ ടെസ്റ്റിംഗ് രീതികളും വളരെ വിശദമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നോൺ കോണ്ടാക്ട് വോൾട്ടേജ് ടെസ്റ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിലുള്ള പവർ ബട്ടൺ ഓൺ ചെയ്യുന്നതോടുകൂടി ഇത് പ്രവർത്തനം തുടങ്ങുകയായി. ഇത് നമ്മൾ സപ്ലൈ ഉള്ള ലൈനിന്റെ അടുത്ത് കാണിക്കുമ്പോൾ തന്നെ ഇതിലുള്ള ബസർ ശബ്ദമുണ്ടാക്കും. അതുപോലെ തന്നെ LED-കൾ മിന്നിക്കൊണ്ടിരിക്കുന്നതും കാണാം. ഇതിൽ സപ്ലൈ ഉള്ള ലൈനിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ റെഡ് ഇൻഡിക്കേറ്റർ ആണുള്ളത്. അതുപോലെ തന്നെ സപ്ലൈയുടെ തീവ്രതയ്ക്കനുസരിച്ച് ഇതിലെ ബസറിന്റെ സ്പീഡും അതുപോലെ LED മിന്നുന്നതിന്റെ സ്പീഡും എല്ലാം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. പിന്നെ ഇതിലൊരു ടോർച്ച് ലൈറ്റ് കൂടിയുണ്ട്. നമുക്ക് ഇരുട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്ന വയറുകളൊക്കെ പെട്ടെന്നൊക്കെ ചെന്നിട്ട് നോക്കണമെങ്കിൽ ഇതിലുള്ള ടോർച്ചിന്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിൽ വെള്ള ലൈറ്റ് മുന്നിൽ വരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്തതുപോലെ തന്നെ വയർ എവിടെയെങ്കിലും കട്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഈ ഉപകരണം വെച്ചിട്ട് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ വയറിനടുത്തൂടെ ടെസ്റ്റർ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് പോയിന്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതുപോലത്തെ ഇലക്ട്രോണിക് ടെസ്റ്ററുകൾ ഉപയോഗിച്ചിട്ട് ഫാൾട്ടുള്ള ഒരു ലൈൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതിന്റെ പ്രവർത്തനക്ഷമത നമ്മൾ ഉറപ്പുവരുത്തണം. സപ്ലൈ ഉള്ള ഒരു ലൈനിൽ ഇത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം ഫാൾട്ടുകൾ നോക്കാൻ പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇത് വർക്ക് ചെയ്യാത്തത് അവിടെ സപ്ലൈ ഇല്ലാത്തത് കാരണമാണെന്ന് കരുതി വയറിലൊക്കെ കയറി പിടിച്ചാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 1.5 വോൾട്ടിന്റെ AAA സൈസിലുള്ള 2 ബാറ്ററികൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബാറ്ററി ചാർജ് തീരാറായാൽ അറിയിക്കാൻ വേണ്ടി ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ചാർജ് തീരുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് ഇതുപോലെ 2 ബാറ്ററികൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു ബട്ടൺ കൂടിയുണ്ട്. S എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അത് ഇതിന്റെ സെൻസിങ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 12 മുതൽ 1000 വോൾട്ട് വരെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓഫാക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 48 വോൾട്ട് മുതൽ 1000 വോൾട്ട് വരെയാണ് ടെസ്റ്റ് ചെയ്യാനാവുക. സപ്ലൈ ഉള്ള വയർ പോകുന്ന ഭാഗം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് DC ടെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. AC 12 വോൾട്ട് മുതൽ 1000 വോൾട്ട് വരെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ ഒരു 12 വോൾട്ടിന്റെ ട്രാൻസ്ഫോർമർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് 12 വോൾട്ട് AC ആണ്. അത് നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ച ഉപകരണങ്ങൾ കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്